നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രണ്ട് ന്യൂനപക്ഷങ്ങളെയും ഒരേ സമയം വെറുപ്പിച്ചത് തിരിച്ചടിയായെന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഒരേ സമയം വെറുപ്പിച്ചത് വലിയ അബദ്ധമായി. അതുകൊണ്ട് വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒരുപോലെ അടികിട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വിശകലനം ചെയ്യുമ്പോൾ CPM നേതൃത്വത്തിന് മനസ്സിലായത് ഇങ്ങനെ തന്നെയാണ്. രണ്ട് ന്യൂനപക്ഷങ്ങളും ഒരുമിച്ച് തങ്ങളെ കൈവിട്ടു. ഹൈന്ദവ വോട്ടുകൾ BJPയിലേക്ക് കുറേ പോയി, കുറേ കോൺഗ്രസിലേക്ക് പോയി, പിന്നെ ബാക്കിയുള്ളതാണ് CPMന് ലഭിച്ചത്. അതുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ സമ്പൂർണ്ണമായി തങ്ങളെ കൈവിട്ടത് വലിയ അപകടത്തിലേക്ക് പാർട്ടിയെയും മുന്നണിയെയും കൊണ്ടുപോയി ചാടിച്ചു എന്നാണ് CPM വിശ്വസിക്കുന്നത്. ഒരു തന്ത്രപരമായ പിഴവായിരുന്നു, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ തന്ത്രപരമായ പിഴവായിരുന്നു ഈ രണ്ട് ന്യൂനപക്ഷങ്ങളെയും ഒരേപോലെ വെറുപ്പിച്ചത്. ആദ്യം മുസ്ലിങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവരെ വെറുപ്പിച്ചു. കാരണം പാലാ ബിഷപ്പിൻ്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിനൊക്കെതിരെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം ലൈവായിട്ട് ജനങ്ങൾ കണ്ടു. അത്തരത്തിൽ ഒരു ക്രൈസ്തവ വിരുദ്ധ നിലപാടെടുത്തത് മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ മുസ്ലിം വോട്ട് കിട്ടുമെന്നാണ് CPM കരുതിയത് അക്കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ഈ ഗാസ പോലുള്ള വിഷയങ്ങളിൽ CPM എടുക്കുന്ന നിലപാട് മുസ്ലിം വോട്ടുകളെ തങ്ങളുടെ ഒപ്പം സമാഹരിച്ച് നിർത്താൻ സഹായിക്കുമെന്ന് CPM നേതൃത്വം മനസ്സിലാക്കി. പക്ഷേ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുസ്ലിം വോട്ട് കിട്ടിയതുമില്ല. ഇതിൻ്റെ പേരിൽ, ഈ മുസ്ലിം പ്രീണനത്തിൻ്റെ പേരിൽ ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അതോടുകൂടി മുസ്ലിങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയായി CPMൻ്റെ ഭാഗത്തുനിന്ന്. അതും പാളിപ്പോയി. കാരണം ക്രൈസ്തവരെ ആദ്യം വെറുപ്പിച്ചു, പിന്നീട് മുസ്ലിങ്ങളെ വെറുപ്പിച്ചു. ഇത് രണ്ടും ചെയ്തത് ഹൈന്ദവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ ഹൈന്ദവ വോട്ടുകൾ ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ലഭിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ വീണ്ടും ഹൈന്ദവ വോട്ടുകൾക്ക് നേരെ തിരിഞ്ഞു. അവരെ സമാഹരിച്ച് തങ്ങളൊപ്പം നിർത്തി ഒരു വിജയമുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ വോട്ടുകൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദമൊക്കെ വന്നപ്പോൾ BJPക്കും കോൺഗ്രസിനുമായി തിരിഞ്ഞു പോയതോടുകൂടി CPMന് അക്ഷരാർത്ഥത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അണ്ണാക്കിൽ പിരിവെട്ടി. ഇനി പിന്നെ എന്ത് ചെയ്യണമെന്ന് ഓർത്തപ്പോഴാണ് ഇനിയിപ്പോൾ BJPയിലേക്ക് പോയ ഹൈന്ദവ വോട്ടുകൾ അത്ര പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതേസമയം പിന്നെ പിടിക്കാൻ പറ്റിയൊരു വോട്ടുണ്ട്, ക്രൈസ്തവ വോട്ടുകളാണ്. വീണ്ടും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി ചില ചർച്ചകൾ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകൾ ക്രൈസ്തവ മതവിശ്വാസികളും അല്ലെങ്കിൽ ക്രൈസ്തവ മത നേതൃത്വവുമായി, മതമേലധ്യക്ഷന്മാരുമായി അടുത്ത ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ ചില പ്രത്യേക ദൂതന്മാർ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ചു എന്നാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിച്ചു എന്നാണ്. കാരണം റിസൾട്ട് വന്നതിന് ശേഷം സന്ദർശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ക്രൈസ്തവരെ കുറച്ചുകൂടെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ CPMൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനി മുസ്ലിം വോട്ടുകൾ ലഭിക്കില്ല. കാരണം PV അൻവറൊക്കെ തുറന്നടിച്ചതിന് ശേഷം CPMൻ്റെയും പിണറായി പോലീസിൻ്റെയും സംഘപരിവാർ ബന്ധമെന്നൊക്കെ PV അൻവർ തുറന്നടിച്ചതിന് ശേഷം പിന്നെ മുസ്ലിം ജനവിഭാഗങ്ങൾ CPMലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് പിണറായിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ അവശേഷിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ നാടാർ ക്രിസ്ത്യാനികൾ, ലത്തീൻ ക്രിസ്ത്യാനികൾ, അത്തരം ആളുകളെയൊക്കെ കൂടുതൽ അടുപ്പിക്കാൻ ലത്തീൻ ക്രൈസ്തവരെയും കാരണം കടൽപ്പുറം പ്രദേശം, കടൽ മേഖല അല്ലെങ്കിൽ തീരദേശം മുഴുവൻ ഇത്തവണ CPMന് നഷ്ടപ്പെട്ടു. പൊതുവേ CPMന് അവിടെ വോട്ടുകൾ ലഭിക്കുന്ന പ്രദേശമാണ് കേരളത്തിൻ്റെ തീരമേഖല. അവിടെ ലത്തീൻ ക്രൈസ്തവർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അപ്പോൾ അവരെയും തിരുവനന്തപുരത്തെ നാടാർ ക്രിസ്ത്യാനികളെയും ഒരു പ്രാവശ്യം കൂടി CPMൻ്റെ ആ ഒരു കൊടക്കയിലേക്ക് കൊണ്ടുവന്നാൽ ഒരു 8 സീറ്റുകൾ എങ്കിലും കൂടുതൽ ലഭിച്ചേക്കുമെന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ CPMനുള്ളത്. അതുകൊണ്ട് പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇത്തരം കാര്യത്തിൽ ഇറങ്ങി ക്രൈസ്തവരെ ഒന്നുകൂടെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം പിണറായി വിജയൻ CPMന് തുടങ്ങിക്കഴിഞ്ഞെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ചില വ്യക്തമായ സൂചനകൾ ലഭിക്കുകയും ചെയ്തു. ഏതായാലും ഇനി ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് ചില നീക്കങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.